പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ് അയച്ച് ഏലൂർ നഗരസഭ. മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളുടെ പേരുവിവരങ്ങൾ നൽകാനാണ് നിർദ്ദേശം. ഉടൻ നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടതാണ് ആ മീനൊക്കെ ഇങ്ങനെ ചത്തുപൊങ്ങി ഒഴുകുന്നതും ആളുകളുടെ ദുഃഖവും ദുരിതവും എല്ലാം. ഇപ്പോൾ റിപ്പോർട്ടായിട്ടുണ്ട്. നടപടിയാകുമോ? അവർക്ക് ആവശ്യമായ ഒരു ആശ്വാസ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ അലി? സുജയ ഈ പറഞ്ഞതുപോലെ ഏറെ വേദനയുണ്ടാക്കിയ കാഴ്ചയായിരുന്നു ഈ പറഞ്ഞ പെരിയാറിലെ മത്സ്യക്കുരുതിയും അതുമായി ബന്ധപ്പെട്ട് നഷ്ടം സഹിക്കേണ്ടി വന്ന കർഷകരുടെ വേദനയുമെന്ന് പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഏലൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിലെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് പെരിയാറിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ കൃത്യമായി അടിയന്തരമായി നൽകുക എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ ലഭിച്ച ശേഷം നഗരസഭ നടപടികളിലേക്ക് കടക്കുന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നഗരസഭ ചെയർമാനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉടനടി തന്നെ അടിയന്തരമായ നടപടികളിലേക്ക് നഗരസഭ കടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പെരിയാറിന് സമീപത്തുള്ള അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വിവരങ്ങളും അതിൽ ഈ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങളും അടിയന്തരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഫിഷറീസിന്റെ ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഈ കർഷകരുടെ നഷ്ടം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഈ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും ഉണ്ടാവുക കർഷകർക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് കണക്കാക്കുക എന്നത് തന്നെയാണ്. 10-15 ലക്ഷം ഒരു കർഷകന് തന്നെ നഷ്ടമുണ്ടായിരിക്കുന്ന സാഹചര്യമുണ്ട് ഈ കൂട് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത്തരത്തിൽ ഈ കർഷകരുടെ നഷ്ടം കണക്കാക്കി ആയിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിൽ പ്രധാനമായും ഈ മത്സ്യത്തിന്റെ അളവും അതുപോലെ തന്നെ ഗുണമേന്മയും ഇത് രണ്ടും പരിശോധിച്ച ശേഷമാകും ഈ ഓരോ കർഷകർക്കും നൽകേണ്ട നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉൾപ്പെടെ ഉണ്ടാവുക. സമാനമായ നിലയിൽ ഈ മീനും അതുപോലെ തന്നെ ഈ കായലിലെ ആ സമയത്തുണ്ടായിരുന്ന ജലവും ഇത് രണ്ടും ലാബ് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ റിസൾട്ടും ഇന്ന് പുറത്തു വരും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഇന്നലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതും ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഫാക്ടറികൾ നിയമലംഘനം ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടപടികൾ മാലിന്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും. പെരിയാറിലേക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങൾ മാലിന്യം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പരിശോധനകളുടെ എല്ലാം റിസൾട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏരൂർ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഈ തരത്തിലൊരു അടിയന്തര നടപടി ഇത്തരത്തിൽ മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപ്പാക്കുമെന്നുള്ള ഒരു അറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. PCBയോട് ഈ നോട്ടീസ് നൽകി ഈ വിവരങ്ങൾ ആരായുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്കാണ് ഈ ഏലൂർ നഗരസഭ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ഫിഷറീസിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ഈ കർഷകരുടെ നഷ്ടം കണക്കാക്കിക്കൊണ്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരും. അതിന്റെ പിന്നാലെ തന്നെ ശാസ്ത്രീയ റിസൾട്ടുകളും ലാബ് ടെസ്റ്റിന്റെ റിസൾട്ടുകളും പുറത്തു വരുമെന്നാണ് കരുതുന്നത്. സുജയ, ശരി. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. അലി, കൊച്ചിയിൽ എങ്ങനെ മഴയുണ്ടോ? നമുക്കൊരു യാത്രാ അപ്ഡേറ്റ് കൊടുക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയമാണ്.